ഞാനിന്നൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഒരേപോലെ ബീഫ് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോന് ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ആ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ വെച്ച ബീഫ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് അധികം മസാലയൊന്നും ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം ഗരം മസാലയും ഉപ്പും ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് 1 മണിക്കൂറോളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കണം. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് അത് തൊലിക്കാൻ നിന്നത്. തൊലിച്ചിട്ട് ഇതിലേക്ക് അത് മുറിക്കാതെ തന്നെ നമ്മൾ അതേപോലെ ഇട്ട് കൊടുക്കണം. അത് വെന്തിട്ട് അതിൻ്റെ പിന്നെ ഉള്ളിയൊക്കെ അതിൽ കിടന്ന് അലിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം ഞാൻ റോക്കറ്റ് അടുപ്പിലാണ് തയ്യാറാക്കണം. അപ്പോൾ അത് അടുപ്പ് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കലാണ്. അപ്പം അടുപ്പൊക്കെ റെഡിയാക്കി തീ കത്തിച്ചു. നമുക്ക് ബീഫിൻ്റെ കലം അടുപ്പിൽ വെക്കാം. നമുക്ക് തീ കത്തിച്ചിട്ട് 1 മണിക്കൂറോളം പിന്നെ ആവശ്യമുണ്ടാവും നമുക്കിത് വേകാൻ വേണ്ടി. അടുപ്പത്താകുമ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ശീശൂ നെല്ലൂലേ. ഇത് ഞാൻ അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പും കുറച്ച് അധികം തൊലിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ബീഫ് വെക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ തൊലിച്ചായിട്ടില്ലേ ഇനി. അപ്പം ഞാൻ എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ബീഫ് വേകുമ്പോൾ അതും വെന്ത് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഇറച്ചി ഇവിടെ നല്ല തീയത്തി വേകുന്നുണ്ട്. നല്ല മഴയുണ്ട്. ഞാൻ പുറത്തടുപ്പ് പിന്നെ എടുത്ത് വെക്കാറാണ്. ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അത് മഴയായതുകൊണ്ട് അടുപ്പ് നനയുന്ന എഴുതിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല തന്നെ മണമുണ്ട്. കറിവേപ്പൊക്കെ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് നമുക്ക് വഴറ്റിയെടുക്കാൻ ടേസ്റ്റും വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ തേങ്ങ കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ തേങ്ങയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പ് ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പ് എത്ര ഇട്ടാലും നമുക്ക് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ സ്മെല്ല് ആ എണ്ണയിലൊക്കെ കടന്ന് സ്മെല്ല് നല്ല ഒരു ഇതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എണ്ണ ഉള്ളതുകൊണ്ട് അടി പിടിക്കൊന്നുമില്ല. ഇതിലേക്ക് വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയുള്ളി ചെറിയ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നീളത്തിൽ അരിയാത് ഇതേപോലെ കൊത്തി അരിയണം. എന്നാലാണ് അത് നന്നായിട്ട് വഴന്നിട്ട് ആ ബീഫിൽ കടന്നിട്ടുണ്ട് കുറുകി ഒരു നല്ലൊരു ടേസ്റ്റ് വരണം. ഇതേപോലെ കൊത്തി അരിയണം. അപ്പം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. മസാലകൾ റെഡിയാക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഞാൻ ബീഫ് വേവിച്ച്
വെച്ചതിൽ ഉപ്പിട്ടുകൊണ്ട് ഈ മസാലയിൽ നമ്മൾ അല്പം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളകും പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും മല്ലിപ്പൊടി 2 സ്പൂണും എല്ലാം കൂടി ഞാൻ ചേർത്തിട്ട് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വേറെ വേറെ ചേർക്കണ്ട, ഒന്നിച്ചുകൊണ്ട് ആ എണ്ണ നടുവിൽ ഇതാക്കിയിട്ട് ആ എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് വഴറ്റുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ വഴന്നിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി 2 വലിയ തക്കാളി ആണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കണം. ഈ തക്കാളിൻ്റെ നീരൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിനാണ് വേണ്ടിയിട്ടാണ് നമുക്ക് മൂടി വെക്കുന്നത്. ഇതൊന്ന് മൂടി കൊടുക്കാം. ഞാൻ ബീഫ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ബീഫ് പുറത്താണ് ഉണ്ടാക്കിയത്. ഗ്യാസിലാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അപ്പം ഇനി മസാല തുറന്ന് നോക്കാം. അപ്പം ഞാൻ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വന്നിട്ട് കുറുകിയ ചാറ് ആയിട്ടുണ്ട്. നമ്മൾ ആ ബീഫും അതിൻ്റെ ആ ചാറോട് കൂടി ഒഴിക്കുമ്പം ഒന്നും കൂടി നമ്മളൊന്ന് വറ്റിക്കും. അപ്പോൾ നല്ല കുറുകിയൊരു ചാറോട് കൂടിയ റെസിപ്പി ആയിക്കാരം. നല്ല ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാൻ. പത്തിരിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പണ്ടുള്ളവരൊക്കെ മംഗലത്തിലും അടുപ്പത്തൊക്കെ വെച്ച ഒരു ടേസ്റ്റാണ് ഈ ഒരു ബീഫിന്. അന്നൊക്കെ ഇന്നൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ ഒക്കെ ബീഫ് വെച്ച് പഠിച്ചതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അല്ലേ കുക്കറും മിക്സി അങ്ങനെയൊക്കെ ആയത് അമ്മയിൽ അരച്ചിട്ടായിരുന്നു. അന്നത്തെ കാലമൊക്കെ 30 വർഷമായി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട്. ആ സമയത്തൊക്കെ ഞാൻ പണി പഠിച്ചതൊക്കെ ഇങ്ങനെ വിറകടുപ്പിലും അതുപോലെ അമ്മിയിൽ അരച്ചിട്ടും പെരുംജീരകവും മഞ്ഞളും മുളകും മല്ലിയൊക്കെ അമ്മിയിൽ അരച്ചിട്ടായിരുന്നു ബീഫൊക്കെ വെച്ചിരുന്നു. എല്ലാ കറിയും വെച്ചിരുന്നു. ഇപ്പോഴും പറയും എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ടേസ്റ്റ് വേറെയാണെന്ന്. എപ്പോഴും പറയും അമ്മിയിൽ അരക്കണം ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പം ഇതിലേക്ക് ഞാനൊരു അല്പം ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ ബീഫ് ഇട്ടിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതാ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെഫ് പിള്ളൈ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അവർ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഈ ബീഫ് വെച്ച് ഉണ്ടാക്കിയത്. പക്ഷെ വെള്ളം ഒഴിക്കാഞ്ഞാൽ എനിക്ക് ആ ബീഫ് വേകൂലാന്ന് തോന്നിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങളതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാലും ഇതേപോലെ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.